നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റീവർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയറാണ് പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല ഈ ഒരു ആംപ്ലിഫയറിന് വീഡിയോ ഔട്ട്പുട്ടും വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ആക്ച്വലി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കല്ല. ഇത് എൻ്റെ ഗുരുതുല്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ടേ പരിചയമുള്ളൊരു ആളാണ്. അൻസാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൻസാർക്ക എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം പുള്ളിക്കൊരു ഷോപ്പുണ്ട്, ഇലക്ട്രോണിക് ഷോപ്പാണ്, വല്യത്ത് ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പം പണ്ട് തൊട്ടേ ആംപ്ലിഫയർ അസംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മെയിൻലി കാസറ്റ് ഡെക്കുകളായിരുന്നു ആ സമയത്ത് അസംബ്ലിങ്. അപ്പം എൻ്റെ ആദ്യത്തെ കാസറ്റ് ഡെക്ക് അല്ല ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ അന്ന് 8ാം 9ാം പഠിക്കുന്ന സമയത്താണ്. ആ ഒരു പ്രാന്ത് മൂത്തിരിക്കുന്ന സമയമായിരുന്നു, വട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയാണ് അത് ആദ്യം അസംബിൾ ചെയ്തത്. പിന്നെ അത് ഞാനും വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും അസംബിൾ ചെയ്ത് സബ്ബൊക്കെ ആഡ് ചെയ്തിട്ട് അസംബിൾ ചെയ്തായിരുന്നു. പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് ആംപ്ലിഫയർ അസംബിൾ ചെയ്തത്. അതിന് മുമ്പും വേറെ ആംപ്ലിഫയർ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഫോട്ടോ വീഡിയോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അത് കുറേ നാൾക്ക് മുമ്പാണ്. അപ്പം ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റീവർക്കാണ്. അപ്പം പുള്ളിയുടെ ഷോപ്പിൽ നേരത്തെ ഇരുന്ന് പുള്ളി ഏകദേശം ഒരു 20-25 വർഷം മുമ്പ് അസംബിൾ ചെയ്ത ഒരു ആംപ്ലിഫയറിലെ ബോർഡും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാബിനും പാനലും നോബും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഷോപ്പിൻ്റെ നെയിം നമുക്കിവിടെ പാനലിൽ അടിച്ചായിട്ട് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. തികച്ചും പേഴ്സണലായിട്ട് എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ്. ടിപ്പ് 142-147 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീരിയോ ബോർഡാണ്. നല്ല ക്വാളിറ്റിയാണ് പാട്ട് കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ സബ് വരുമ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ കിട്ടുന്ന 4 ട്രാൻസിസ്റ്റർ, അതും ഇച്ചിരി പഴയ ബോർഡാണ് സബിൻ്റെ ബോർഡ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വർഷങ്ങളായിട്ട് അസംബിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിലവിൽ കൂട്ടി വയർ ടാഗിങ്ങോ കാര്യങ്ങളും ധൃതിയിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് അങ്ങനെ വരണമെന്നില്ല. സോ അതൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ് വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് അക്രിലിക് പാനൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അക്രിലിക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇടത് സൈഡിലായിട്ട് നമുക്ക് ഇത് 2.1 ആയതുകൊണ്ട് തന്നെ ഇടത് സൈഡിലായിട്ട് സബിൻ്റെ കൺട്രോളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു റൗണ്ട് റോക്കർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ എല്ലാ ആംപ്ലിഫയറിലും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയറിൽ ഉപയോഗിച്ച അതേ ഡിസൈൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ബേസ് മിഡ് ട്രിബിൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് USB ബ്ലൂടൂത്ത് മൊഡ്യൂളും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലേബലിംഗ് വരുന്നുണ്ട്. മാറ്റിലും ഗ്ലോസിയിലാണ് നമ്മുടെ പാനലിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 2 VU മീറ്റേഴ്സ് വരുന്നുണ്ട്. സെറ്റ് ഓൺ ആകുമ്പോൾ മാത്രം കാണുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബാലൻസ് കൺട്രോളും അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് സ്റ്റീരിയോയുടെ വോളിയം കൺട്രോളും വരുന്നുണ്ട്. വളരെ മിനിമലായിട്ട് അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ളൊരു 2.1 ആംപ്ലിഫയറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു കാർഡിൽ ഇതിനകത്ത് വീഡിയോ ഔട്ട്പുട്ട് ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കാരണം ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയില്ല. പുള്ളി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് വന്ന ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ജസ്റ്റ് നമ്മുടെ TV-യിൽ കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ക്യാബിൻ G-Techൻ്റെ 4.5 ഇഞ്ച് ഹൈറ്റ് വരുന്ന 5.1 ഒക്കെ ഉപയോഗിക്കുന്ന ക്യാബിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതായിരുന്നു ഈ ആംപ്ലിഫയറിൻ്റെ നേരത്തെ ലുക്ക്. നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് വന്നിട്ട് ചെറിയ ക്യാബിനാണ് അന്ന് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നത്. നമ്മൾ വലിയ ക്യാബിനിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു സബിൻ്റെ സെക്ഷനിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പവർ സപ്ലൈക്ക് ഒരു സെപ്പറേറ്റ് ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മിക്ക ബോർഡുകളും ഏകദേശം 20-25 വർഷം പഴക്കം ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. പക്ഷേ ഇപ്പോഴും ക്വാളിറ്റിയൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ അന്ന് വെച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ തന്നെയാണ്, പ്യൂർ കോപ്പർ തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ. 27027 എനിക്കൊന്ന് 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈ ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 27027 അതുപോലെ തന്നെ 12012 15 അങ്ങനെ ആ രീതിയിലുള്ള പവർ സപ്ലൈകളെല്ലാം 18018 അതെല്ലാം നമുക്കിതിൽ വരുന്നുണ്ടെന്നാണ്. ഓക്കെ, 18018 ഇവിടെ സെപ്പറേറ്റ് ടാപ്പിംഗ് കൊടുത്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു പവർ സപ്ലൈ ബോർഡ്, എല്ലാം കൂടിയുള്ള നല്ല വൃത്തിയുള്ളൊരു പവർ സപ്ലൈ ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 24 വോൾട്ട് ഗ്രൗണ്ടൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ബോർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ പവർ സപ്ലൈയും ഇവിടെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പ് 147-142 കോമ്പിനേഷനിൽ വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ്. ആ ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അത്യാവശ്യം പഴക്കമുള്ളതാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതായത് വിൻഡക്കിൻ്റെ ഒക്കെ ബോർഡ് പണ്ട് വരുമായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് വിൻഡക്കിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ബ്രാൻഡിങ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് വോൾട്ടേജ് കാണുന്നുണ്ട്. +40 -40 വരെയാണ് ഇതിനകത്ത് DC വോൾട്ടേജ് മാക്സിമം കൊടുക്കാൻ കഴിയുന്നത്. അതായത് നമുക്ക് 27027
ട്രാൻസ്ഫോമർ ഇടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 38 വോൾട്ടാണ് കിട്ടുന്നത്. അത് നമുക്കിതിലേക്ക് കൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത്. കോമൺസ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും അങ്ങനെ അധികം തുരുമ്പോ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് നല്ല പക്ക വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ടോട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ബോർഡായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹീറ്റ് സിങ്കിൽ ഹീറ്റ് കോമ്പൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ ഇപ്പോഴും അതോടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ അട്രാക്ഷനാണ് ടെക്നോയുടെ ഒരു 3-വേ ടോൺ കൺട്രോൾ ബോർഡ്. ഇതും ഏകദേശം 20-25 വർഷം പഴക്കമുണ്ട്, പക്ഷേ ഇപ്പോഴും പക്ക വർക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് ഒരു സെലക്ടർ സ്വിച്ച്, അതുപോലെ തന്നെ ലൗഡ്നെസ്സിൻ്റെ ഇത്. അപ്പം പണ്ടൊക്കെയുള്ള ബോർഡുകളിൽ വിൻടെക്കിൻ്റെയും മെക്കാടെക്കിൻ്റെയൊക്കെ ബോർഡുകളിലൊക്കെ നമുക്ക് ഈ ലൗഡ്നെസ്, എക്സ്ട്രാ ബാസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ചില ബോർഡുകളിൽ വരുന്നുണ്ട്, പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ്. പിന്നെ സെലക്ടർ സ്വിച്ച്, എൻ്റെ ഒരു വിൻടെക്കിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു, അതിൽ ഈ സെലക്ടർ, ലൗഡ്നെസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മേ ബി ആ സെയിം സർക്യൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു. 2 ഓപ്പാമ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലൊരു ബോർഡ് തന്നെയാണ്. പിന്നെ ഇവിടെ സബ് ഫിൽറ്ററായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് യൂണിവേഴ്സലിൻ്റെ സബ് ഫിൽറ്ററാണ്. നേരത്തെ പവർ ട്രിക്കിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റി ഇപ്പം യൂണിവേഴ്സലിൻ്റെ സബ് ഫിൽറ്റർ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു 27 ഒരു 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സബിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ ഇട്ടിരിക്കുകയാണ്. സബിൻ്റെ ബോർഡ് വെറൈറ്റിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബോർഡ് കാണുന്നത്. മേ ബി ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇത് സംഭവം നേരത്തെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. സംഭവമൊന്നുമില്ല, അതിൻ്റെ ട്രാൻസിസ്റ്റർ ജസ്റ്റ് മടക്കി വെച്ച് അതിൽ വലിയൊരു ഹീറ്റ് സിങ്ക് വെച്ചിട്ടുണ്ട്. പവർ ട്രിക്കിൻ്റെ ഒരു മോണോ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 4 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ് ഇതിൽ സബിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം ഇതിപ്പോൾ 5 ആമ്പിയർ ആയതുകൊണ്ട് ഒരു 150 വാട്ട്സ് അടുത്തൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ ഫോറംസ് ലോഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ഇത് വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് പവർ ട്രിക്കിൻ്റെ 27 വർക്ക് ചെയ്യുന്ന ഒരു സബിൻ്റെ ബോർഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഇതിൻ്റെ LED VU മീറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ ഒരു 2 LED സ്ട്രിപ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ വോളിയം കൺട്രോളിന് ചുറ്റും നമുക്ക് കാണാനായിട്ട് ആ ഒരു ബ്ലൂ കളർ കിട്ടാനായിട്ട്. അപ്പം അതിനകത്ത് ഈ ലൈറ്റ് ലീക്ക് ചെയ്ത് VU മീറ്റർ വരാതിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ബോർഡുള്ള നല്ലൊരു USB മൊഡ്യൂളാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. പിന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടുള്ള രീതി ആയതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയുന്നതാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാഗിങ് വയറിങ് നോക്കണ്ട, വർക്കിങ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, പണ്ടത്തെ ഒരു പുലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള വർക്കിംഗ് മീൻസ് ഭയങ്കരമായ പവർ എന്നല്ല ഞാൻ പറയുന്നത്, നല്ല ക്വാളിറ്റി, അതാണ് ഇവിടെ മെയിൻലി പറയുന്നത്. കാരണം പേഴ്സണലി ഞാൻ കേട്ടതാണ് ഈ ആമ്പ്, ഇത് നേരത്തെ ഈ ബോർഡ് ഇരുന്ന ഒരു ചെറിയ ആമ്പ് പണ്ട് തൊട്ടേ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ആ ഷോപ്പിൽ കാണുന്നതാണ്. അതിൽ എത്രയോ നാളുകളായിട്ട് പാട്ടിടുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ആ ജംഗ്ഷനൊക്കെ കേൾക്കുന്ന രീതിയിൽ പാട്ടിടുന്ന ഒരു ആംപ്ലിഫയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുതിയ രീതികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന പുള്ളിക്ക് ക്യാബിനും പാനലും ഒക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓവറോൾ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ വീഡിയോ ഔട്ട്പുട്ടുള്ള ബോർഡാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്, പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലൂടെ നോക്കിയേക്കാം. ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ GTEC ഓഡിയോസിൻ്റെ 5.1 ക്യാബിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ TV ഔട്ട് എന്നുള്ള TVയുടെ അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിരിക്കണം നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ആൻറ്റിനയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ഇൻപുട്ട് എടുക്കാനുള്ള ഓക്സിലറി സോക്കറ്റും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ വരുന്നത്. അതേപോലെ തന്നെ സബ് ഇവിടെയാണ് വരുന്നത്. ഒരു ഫ്യൂസും അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു 2 പിന്നും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്പീക്കറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ ഈ ആമ്പ് എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇതിൻ്റെ റിമോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് സ്വിച്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മോഡ് ചേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ കയ്യിലിരുന്ന സകല റിമോട്ട് നോക്കി, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത് തിരിച്ച് കൊടുക്കണം. കാരണം ഇത് കടയിൽ പാട്ടിട്ടുകൊണ്ടിരുന്ന ആംപ്ലിഫയർ ഞാൻ എടുത്തിട്ട് വന്ന, അതുകൊണ്ട് നമുക്കിത് തിരിച്ച് കൊടുത്തലേ വഴിയുള്ളൂ. അങ്ങനെ പെൻഡ്രൈവിലേക്ക് ഒരു പാട്ട് കോപ്പി ചെയ്തിട്ട് ഒരു നോൺ കോപ്പറേറ്റീവ് സോങ് കോപ്പി ചെയ്തിട്ടിട്ടപ്പം സംഭവം പാട്ടെടുത്തു. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് TV യിൽ കണക്ട് ചെയ്ത് കാണിക്കുക ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിമോട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ മൂവി പ്ലേ ചെയ്യുമോ അല്ലെങ്കിൽ ഏതൊക്കെ ഫോർമാറ്റിൽ എടുക്കുമോ എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആമ്പ് ഒന്ന് ഓൺ ചെയ്യാം. ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ആഡ് ചെയ്തിട്ടില്ല.
ഓക്കെ, നമുക്ക് സെറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാബിൻ്റെ അടപ്പടയ്ക്കാത്തതുകൊണ്ട് ലൈറ്റൊക്കെ ലീക്ക് ആവുന്നത്. പിന്നെ ഫാൻ്റെ സംഭവം നല്ല നൈസ് വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് എന്തായാലും ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ ഓഡിയോ ടെസ്റ്റൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ഇത് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് സബ്ബോർഡ് കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു RC കേബിളൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ നമ്മുടെ ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മുടെ ടി വിയിൽ നോർമൽ RC ഇൻപുട്ട് AV ഇൻപുട്ട് ഇല്ല. ഇതിലൊരു കണക്ടർ ഉപയോഗിച്ചിട്ടാണ്, അതായത് ഈ ഒരു RC to 3.5 mm കൺവേർട്ട് ചെയ്യുന്നൊരു കേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ടി വി സ്റ്റാൻഡിൻ്റെ അടിയിലുള്ള ഡ്രോയർ തുറന്ന് നോക്കിയപ്പോൾ പഴയ CD, VCD, DVD, പഴയ ടി വിയുടെ റിമോട്ട്, പഴയ സെറ്റപ്പ് ബോക്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് കണ്ടതല്ലാതെ ഇതിൻ്റെ കേബിൾ മാത്രം നമുക്ക് കിട്ടിയില്ല. സോ നമുക്ക് നമ്മുടെ ടി വിയിൽ കണക്ട് ചെയ്യാനായിട്ട് യാതൊരു വകുപ്പുമില്ല. പക്ഷേ ടി വിയുടെ കൂടെ ഇങ്ങനെ ഒരു കേബിൾ കിട്ടിയതായിരുന്നു, പക്ഷേ സ്വാഭാവികമായിട്ടും അത് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ ഷോപ്പിൽ തിരിച്ചു വന്ന് പുള്ളിയുടെ ഒരു ചെറിയ ടി വി ഉണ്ട്, അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്ത്. പക്ഷേ നമ്മുടെ ഫോണിൽ അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വലിയ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലേ ഔട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു UI എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം ഫോർമാറ്റിലൊക്കെ എടുക്കുന്നത്, ഏതൊക്കെ ഫോർമാറ്റുകൾ എടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, മീൻസ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. 25 വർഷം പഴക്കമുള്ളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ പുതിയൊരു 2.1 ആംപ്ലിഫയർ വിത്ത് വീഡിയോ ഔട്ട്പുട്ടിൽ 2.1 ആംപ്ലിഫയർ ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കല്ല, നമ്മുടെ ആശാൻ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കാണ്. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട്. ആംപ്ലിഫയറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും വീഡിയോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യാനാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു, വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.